ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആട്ടോ. എന്ന് പറഞ്ഞാൽ ഇന്ന് സ്വാഗതം പറയാൻ എല്ലാത്തിനും ഞാനേ ഉള്ളു, പിള്ളേരെല്ലാം ഉണ്ട്, പക്ഷേ അവരെല്ലാം അവിടെ കളിക്കുന്ന തരത്തിലിട്ടാ. ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ നോക്കി കണ്ട ഒരു കുറിയുണ്ട്, ചന്ദനമുണ്ട്, പൗഡർ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മേക്കപ്പ് വീഡിയോ ആണ്. മേക്കപ്പ് വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആരെയാണ് ഞാൻ സുന്ദരിയാക്കാൻ പോകുന്നതെന്നല്ലേ. ഞാൻ സുന്ദരിയാക്കാൻ പോകുന്നത് എൻ്റെ അച്ഛമ്മനെയാണ്. പിന്നെ അച്ഛമ്മന്നൊന്നും നമ്മൾ വിളിക്കലില്ല കേട്ടോ, നമ്മൾ കാസർഗോഡുകാർ അജ്ജിന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം അച്ഛമ്മന്നൊന്നും പറയില്ല. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ അമ്മയാണ് ഞാനിന്ന് സുന്ദരിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ട് മേക്ക് ഓവർ വീഡിയോ ആണ്. ഞാൻ വീഡിയോയിൽ മൊത്തം അജ്ജി അജ്ജി എന്ന് പറയാം. അജ്ജി അജ്ജി എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതിയോ എന്ന് വിചാരിക്കണം, നമ്മൾ കാസർഗോഡിൽ അങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഇതാ പിള്ളേരെല്ലാം റെഡി ആയിട്ടുണ്ട്. സാൻവി ഇങ്ങോട്ട് വാ. ഞാൻ സാൻവിയെല്ലാം ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. വാ, റെഡി ആയിട്ടില്ലേ? നമുക്ക് റെഡി ആക്കാം. അജ്ജിനെ സുന്ദരിയാക്കണ്ടേ? ഇവിടെ വാ, സുന്ദരിയാക്കണ്ടേ? സുന്ദരിയാക്കാനുണ്ട്. ഇതാ നമ്മ മൂന്നാളും റെഡി ആയിട്ടുണ്ട്. എന്നെ സുന്ദരിയാവണ്ട, അജ്ജി മാത്രം വന്നാൽ മതി കേട്ടാ. പിന്നെ സെറ്റ് ആവും, നമുക്ക് കാണിച്ചു തരാം. ഞാനിപ്പോ കാണിച്ചു തരാം. അജ്ജിനെ വിളിച്ചോണ്ട് വാ. പോ അജ്ജിനെ വിളിച്ചോണ്ട് വാ, നമുക്ക് സുന്ദരിയാവാ അജ്ജി എന്ന് പറയേ. അജ്ജിനെ വിളിച്ചോണ്ട് വരാൻ പോയിട്ടുണ്ട് കേട്ടോ അവര്. നമുക്ക് ഇപ്പൊ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ മേക്ക് ഓവർ വീഡിയോ ആണ്. അപ്പൊ ദാ നമ്മള് സുന്ദരിയാവാൻ പോകുന്ന അജ്ജി വന്നിട്ട് റെഡി ആയിട്ട് സുന്ദരി. ഞാന് സാൻവി ഈ കുട്ടിയും കൂടിയിട്ടാട്ടാ അജ്ജിനെ സുന്ദരിയാക്കാൻ പോകുന്നത്. കണ്ട, പിന്നെ അജ്ജിക്ക് വടി വേണം. അജ്ജിന് ഫസ്റ്റ് ഇതാ അജ്ജിന് കാർപ്പൂന്തലൊന്നും ശരിയില്ല. കാർപ്പൂന്തലെല്ലാം നന്നാക്കണം, പിന്നെ പൗഡർ ഇടണം, പൊടി ഇടണം. അജ്ജിനെ സുന്ദരിയാക്കാനുള്ള പോക്കാണ് നമുക്ക്. അജ്ജിക്ക് വടി കൊടുക്കുന്നുണ്ട് കേട്ടാ കുത്താൻ വേണ്ടി. അജ്ജിന് മുടിനെ കുറച്ച് കറുപ്പെല്ലാം ഡയ്യെല്ലാം അടിച്ചിട്ടുണ്ടെങ്കിൽ അജ്ജി കുറച്ചും കൂടി സുന്ദരിയായിട്ടെന്ന് വിചാരിക്കുന്നത്. ഡൈ അടിക്കണം അജ്ജിയെ. അങ്ങനെ അജ്ജിക്ക് ഡൈ ഇടണം. അജ്ജിക്ക് ഡൈ ഇടണം എന്നാണ് പിള്ളേർക്ക് എല്ലാവർക്കും പറയുന്ന അഭിപ്രായം. അജ്ജി പണ്ട് സുന്ദരിയായിട്ട് നാട്ടക്കൾക്ക് പോയിക്കൊണ്ടായി. ഇപ്പൊ അജ്ജി നാട്ടക്കൾക്കൊന്നും പോയില്ല. കൊറോണ വന്നതിന് ശേഷം അജ്ജി നാട്ടക്കൾക്കൊന്നും പോയില്ല. അജ്ജി അജ്ജിക്ക് ഇപ്പൊ എന്നോട് ചൊടിയിട്ടുണ്ട്. നമ്മൾ അജ്ജി സുന്ദരിയാവാൻ പോകുന്നുണ്ട്. മരുമക്കളെക്കാളും സുന്ദരി. ഒരു മരുമോളെ നോക്കുന്നുണ്ടാണ് എന്നിട്ട് അജ്ജിനെ സുന്ദരിയാക്കുന്നത്. ഇപ്പൊ മരുമോളാട്ടി സുന്ദരിയുണ്ട് അജ്ജിങ്ങൾക്ക്. അജ്ജ ഉറങ്ങുന്നുണ്ട്. അജ്ജൻ നോക്കുമ്പോ പാവം എന്റെ സുന്ദരിയായ ഭാര്യയെ കാണുമ്പോ അജ്ജൻ കിട്ടും. അജ്ജിന്റെ അഭിപ്രായം ഈ സാധനം ആൾക്കാരെ കെട്ടാൻ അറിയാലാവോ? ഇപ്പിടേണ്ടി വരുമോ ഇങ്ങനെ? ഇതാണ് ബുദ്ധിമുട്ട്. എനിക്ക് സാരമില്ല, നമുക്ക് മരം മുറിക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴയും വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് നമുക്ക് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ഇടണം കേട്ടോ, എന്നാൽ അജ്ജി സുന്ദരിയാവും. ഇതിങ്ങനെ നമ്മുടെ യോയോ ആക്കണം. എന്ന് നമുക്ക് അജ്ജി കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. പൗഡർ പൗഡർ ഇല്ല, അത് വേണ്ട, അത് കുഞ്ഞിന്റെ പൗഡർ. അജ്ജിന്റെ മുടി കൊഴിയുന്നുണ്ട്, എണ്ണെല്ലാം ദിവസം തേക്കണം അജ്ജി. കൊറേ വേണ്ട കേട്ടാ. അജ്ജിക്ക് പൗഡർ ഇട്ടിട്ടായി അജ്ജിക്ക് പൗഡർ ഇട്ടിട്ടായി. നോക്കി അജ്ജി സുന്ദരി ആയിട്ടുണ്ട്. എന്നൊരു അതന്നെ അജ്ജി കുറി ഇടലില്ല, കൊറേ ദിവസമായി അജ്ജി കുറി ഇട്ട് കഴിക്കുന്നത്. സാരി പറഞ്ഞ അജ്ജിക്ക് പാസില്ല. അതെന്തിനാണ് നമ്മളെ അജ്ജിനെ സുന്ദരിയാക്കണം. നമുക്ക് ഓള ബൈക്കടറിലുണ്ട്. സാൻവി എനിക്ക് ബാസ ഇല്ലേടെ ഓളമ്മ ബൈക്കടറുന്നത് കേട്ടോ. ഏതാണ് മഴ വരുന്നുണ്ട് കേട്ടോ, നല്ല മഴ വരുന്നുണ്ട്. പിന്നെ എന്റെ വോയിസ് കേൾക്കണം. അപ്പൊ അജ്ജിനെ ഞാൻ കുറച്ചുകൂടി സുന്ദരിയാക്കിയതിന് ശേഷം യെസ് ഇപ്പൊ ഒരു ഐശ്വര്യം വന്നില്ലേ അജ്ജിക്ക്? വന്നു അജ്ജി വന്നു. ഇനി കുറച്ച് ചന്ദനം കുറെ കൂടി പൊട്ടിത്തൊടണം. എന്റെ അടുത്ത് ഇന്തൂരല്ലേ ആ ചോന്ന കൂടി തരുമോ? അജ്ജിക്കൊരു ചന്ദനം കൂടി ഇട്ടിട്ട് അജ്ജിനെ ചന്ദനം യെസ് അത് കാണാനേ. ഇതിനെ കുറച്ച് ഉണങ്ങണം. നിങ്ങൾക്ക് വേണം. ബാ സാമ്പിക്കണം. ഇനി നെക്സ്റ്റ് പരിപാടി പറഞ്ഞാൽ അജ്ജിക്ക് ഒരു സിന്ദൂരം ഇടണം. ഇനിയിപ്പോ ശരിക്കും
നമ്മളെ അച്ചമ്മയാണ് ഇന്ന് സുന്ദരിയാവാൻ പോകുന്നത്. അച്ചമ്മ എന്ന് നമ്മൾ വിളിക്കലൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അജ്ജി എന്ന് വിളിക്കല്. വാവ്, അജ്ജിക്ക് ഐശ്വര്യം വന്നു. അജ്ജിക്ക് ഐശ്വര്യം വന്നു. കണ്ട, ഗുഡ് ഗേൾ ആയി അജ്ജി, സുന്ദരിയായിട്ട് അല്ലേ? അജിക്ക് സൗന്ദര്യം ഒന്നും അറിയും. കണ്ടോ ഗൈസ്, അതല്ല അജിക്ക് ഒരു ചൂരിദാർ ഇടണം കൊട്ട് കൊടുക്കണം എന്ന അഭിപ്രായം വേണ്ട. അജിക്ക് സാരി, അജിക്ക് സാരിയാണ് ഐശ്വര്യം. സത്യമായിട്ട് നിങ്ങൾ പറയണം. അജി നേരത്തെ അജിയും ഇപ്പോഴത്തെ മുഖം നോക്കുമ്പോൾ വ്യത്യാസമില്ലേ? നല്ല സുന്ദരിയല്ല. ഈ സാധനം കുറച്ച് നന്നായി ടൈറ്റ് ആയിട്ട് കെട്ടാൻ അറിയില്ല, അതുകൊണ്ട് മാത്രമേ പ്രശ്നം വന്നിട്ടു. അല്ലാത്ത ഈ ചന്ദനം കൂടി ഉണങ്ങിയിട്ടുമ്പോൾ എടുത്ത് കാണും, അപ്പൊ സെറ്റ് ആവും. യെസ് ഗൈസ്, നോക്കൂ അജ്ജിനെ നോക്കൂ. അജ്ജി സുന്ദരിയായിട്ട് അജ്ജി ചിരിക്കും. അജ്ജി ചിരിക്കും. അജ്ജിയുടെ പല്ലല്ല. അജ്ജി നോക്കൂ, കണ്ടില്ല അജ്ജി ചിരിച്ചില്ല. അതാ നോക്ക്, സുന്ദരിയായില്ലേ ഇപ്പൊ? ഇങ്ങനെയൊക്കെ അജ്ജി സുന്ദരിയായിട്ട്. നേരത്തെ അജ്ജി എങ്ങനെ ഉണ്ടായി, ഇപ്പോഴത്തെ എങ്ങനെ ഉണ്ട്? ആ അതന്നെ. അജ്ജിക്ക് അപ്പൊ ഇതാ ശരിക്കും പറഞ്ഞാണ്ടല്ലോ, അജ്ജി 70 വയസ്സിൽ ഇത്ര സുന്ദരിയാണെങ്കിൽ നമ്മളെ 70 വയസ്സിലല്ലോ നമ്മളെ അവസ്ഥ. ഇപ്പൊ തന്നെ നമ്മ ഇങ്ങനെ ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ അതാണ് നമ്മുടെ 70 വയസ്സിന്റെ അജ്ജി. ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ്? ഹേളമേ, അജ്ജിയുടെയൊക്കെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണ് എന്ന്? താളിയിട്ട് കുളിക്കും, അതാണ് മുടിയുടെ രഹസ്യം അല്ലേ അജ്ജി? അതെ, സത്യമായിട്ടാ, താളിയിട്ട് കുളിക്കും. ആ മുടി നീ സുന്ദരിയാക്കുന്ന അജ്ജിനാ? ആ സുന്ദരിയാക്കിക്കോട്ടെ. ആ സുന്ദരിയായി. എന്ന് നീ പൊട്ടാക്കണ്ട, അജ്ജി സുന്ദരി ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പൊ വെറുതെ ഞാൻ മിനിയാന്നേ വിചാരിക്കുന്നുണ്ട് അജ്ജിന്റെ മുടിയെല്ലാം ഒന്ന് സെറ്റ് ആക്കണം, മുടി കെട്ടണം. അപ്പൊ വീഡിയോ എടുക്കണം മിനിയാന്നേ പ്ലാൻ ആക്കിനായിരുന്നു. അജ്ജിനോട് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് സുന്ദരിയാന്ന് ഒരു വീഡിയോ എടുക്കണമെന്ന്. അങ്ങനെ അജ്ജി സുന്ദരി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളെ വീഡിയോ ഇടുന്നത് ഇത്രയും ഇല്ലൂട്ടാ. ഇത് സുന്ദരിയാക്കാൻ വേണ്ടി വേറെ എല്ലാവരും ഉണ്ടായിന്. ഇതാ വാ വാ, നീ സുന്ദരിയാക്കിന അജ്ജിനാ? ആക്കിനി, കണ്ടോ? ആ സുന്ദരി നീ ആക്കിനാ. അതാ പിന്നെ ഒരാളും കൂടി ഉണ്ട്, നോക്കറ്റ്. ആ ഇവരെല്ലാവരും കൂടിയിട്ട് അജ്ജിനെ സുന്ദരിയാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞത് ഇത്രമാത്രം കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഒരു നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവര് ടാറ്റ. ഹായ് അല്ലേ, ടാറ്റ.